പാലക്കാട് നഗരത്തിലെ ഈ രാജ്യത്തെ രണ്ടായി വിഭജിച്ച പാകിസ്ഥാൻ വിഭജനത്തിന് നേതൃത്വം കൊടുത്ത ജിന്നയുടെ പേരിൽ റോഡ് നാമകരണം ചെയ്തിട്ടുണ്ട്. അത് കോൺഗ്രസിന്റെ ഭരണകാലഘട്ടത്തിൽ ചെയ്തതാണ്. അപ്പോൾ കോൺഗ്രസുകാർക്കും CPM-കാർക്കും ഈ രാജ്യത്തെ രണ്ടായിട്ട് വിഭജിച്ച, ഈ രാജ്യത്തെ വിഭജിക്കുന്നതിന് നേതൃത്വം കൊടുത്ത പാകിസ്ഥാന്റെ രാഷ്ട്രപിതാവായിട്ടുള്ള ജിന്നയുടെ പേരിടുന്നതിൽ യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല. അതിന് അവര് ഒറ്റക്കെട്ടാണ്. അതിനെ മാറ്റാൻ അവർ തയ്യാറായിട്ടില്ല ഇത്രയും കാലമായിട്ട്. അപ്പോ ഹെഡ്ഗേവാറിനെ പോലെ ഈ രാജ്യത്തെ വലിയൊരു വിഭാഗം ആളുകൾക്ക് ദേശസ്നേഹവും അതുപോലെ തന്നെ ഈ രാജ്യത്തെ യുവാക്കളുടെ ഇടയിൽ രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കാനുള്ള ആവേശവും എല്ലാം നൽകിയ ഹെഡ്ഗേവാറിന്റെ പേര് നൽകുന്നതിനാണ് അവർക്ക് വിരോധം. ഞാൻ ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുക. ജനാധിപത്യത്തിൽ എന്താ? ജനാധിപത്യ രീതിയിൽ അവർക്ക് പ്രതിഷേധിക്കാമല്ലോ. അവർക്ക് കൗൺസിൽ ഹാളിനകത്ത് ഈ സംഘർഷം ഉണ്ടാക്കുന്നതിന് പകരം ഈ അജണ്ട വരുന്ന സമയത്ത് അവരുടെ വിയോജിപ്പ് പ്രകടിപ്പിക്കാനുള്ള അവസരമുണ്ടല്ലോ. അവർക്ക് വോട്ടിനിടാൻ ആവശ്യപ്പെടാം, അവരുടെ ശക്തി അവിടെ തെളിയിക്കാം, വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ഈ അജണ്ടയെ പരാജയപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കാം. അതിന് പകരം പുറമേ നിന്ന് ആളുകളെ കൊണ്ടുവന്ന് കൗൺസിൽ ഹാളിനകത്ത് സംഘർഷമുണ്ടാക്കുന്ന പരിപാടിയാണ് കോൺഗ്രസ് ചെയ്തിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചോളം പാലക്കാട് മത തീവ്രവാദികളുടെ സമ്മാനിച്ച വിജയമാണ്. ആ വിജയത്തിന് അവരോട് കൂറുകാട്ടേണ്ട ആവശ്യം രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ ബോധപൂർവം പാലക്കാട് ഒരു വർഗീയ സംഘർഷം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ വിഷയത്തെ ഇത്രയും സംഘർഷം. പാലക്കാട് നഗരസഭയിൽ ഉണ്ടായ ഒരു സംഘർഷത്തിന്റെ പേരിൽ പാലക്കാട്ടെ ജനവിധിയെ ഈ തരത്തിൽ അവഹേളിച്ച് കാണരുത്. അത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ്. ഞാനും നിങ്ങളെല്ലാം കണ്ടല്ലോ. പാലക്കാട് തെരഞ്ഞെടുപ്പ് ഫലം വന്ന സമയത്ത് ആദ്യം പ്രകടനം നടത്തിയതും രാഹുൽ SDPI-കാരാണെന്നുള്ളത് ഞാനും നിങ്ങളെല്ലാം കണ്ടല്ലോ. പാലക്കാട് നിയമസഭാ ഫലം വന്നപ്പോൾ ആദ്യം SDPI പ്രകടനം നടത്തിയത് ഞാൻ കണ്ടില്ല. UDF കേന്ദ്രങ്ങളാണ് ആ വിധിയുമായി ബന്ധപ്പെട്ട് ആദ്യം പ്രകടനം നടത്തിയത്. അല്ലല്ല, SDPI പ്രകടനം നടത്തി എന്നുള്ളത് ശരിയാണ്. അത് ആദ്യമാണോ എന്ന് നിങ്ങൾ നോക്കി വെച്ചിട്ടുണ്ടെന്ന് അറിയില്ല. പാലക്കാട്ടെ തിരഞ്ഞെടുക്കപ്പെട്ട MLA-യുടെ വിജയം മത തീവ്രവാദികളുടെ വിജയമാണ് എന്ന് അങ്ങ് പറയുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ രേഖകൾ അങ്ങേക്ക് വേണ്ടതുണ്ട്. അതെങ്ങനെയാണ് ഒരു ജനവിധി ആ തരത്തിൽ അവഹേളിച്ച് പറയുക? വെൽഫെയർ പാർട്ടിയുടെ ആളുകളുമായിട്ടും ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയുള്ള വെൽഫെയർ പാർട്ടിയുടെ ആളുകളുമായിട്ടും SDPI നേതാക്കളുമായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോട്ടോകൾ ആ സമയത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് ഇതൊക്കെ ഉണ്ടാവുകയും ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ നമ്മൾ എല്ലാവരും ചോദിക്കുകയും ഒക്കെ ചെയ്തതാണ്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉയരുകയും അതിന് മറുപടികൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതിനെ UDF ഇതുവരെ ഓൺ ചെയ്തിട്ടില്ല. ഞാൻ പറയുന്നത് അത്തരം വിമർശനങ്ങൾ ഉന്നയിക്കാം. ഇപ്പൊ SDPI ആഘോഷിച്ചില്ലേ എന്ന വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് പോലെയല്ല പാലക്കാട്ടെ ജനവിധി മത തീവ്രവാദികളുടെ വിജയമാണ് എന്ന് പറയുന്നത്. അത് രണ്ടും വ്യത്യസ്തമാണ്. പരസ്യമായിട്ട് SDPI-യുടെ വോട്ട് വേണ്ടെന്ന് എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയാൻ തയ്യാറായില്ല? വെൽഫെയർ പാർട്ടിയുടെ വോട്ട് വേണ്ടെന്ന് പറയാൻ തയ്യാറായോ?